നോക്കാം വാർത്തകൾ വിശദമായി. CM രവീന്ദ്രന്റെ ചോദ്യം ചെയ്യൽ 10 മണിക്കൂറോളം നീണ്ടു. നന്ദിയെന്ന് മാത്രമായിരുന്നു ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ CM രവീന്ദ്രന്റെ പ്രതികരണം. ലൈഫ് മിഷൻ ഭവന പദ്ധതിയുടെ കരാർ UAE റെഡ് ക്രസന്റിന് നൽകണമെന്നാവശ്യപ്പെട്ട് തദ്ദേശ ഭരണ ചീഫ് സെക്രട്ടറി അന്നത്തെ സിഇഒയ്ക്ക് നൽകിയ കത്ത് ന്യൂസ് 18 ലഭിച്ചു. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയുടെ കരാർ UAE റെഡ് ക്രസന്റിന് നൽകാൻ കൂടുതൽ ഇടപെടലുകൾ നടന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കത്ത്. തദ്ദേശ ഭരണ സെക്രട്ടറി അന്നത്തെ ലൈഫ് മിഷൻ സിഇഒ ആയിരുന്ന UV ജോസിന് നൽകിയ കത്ത് ന്യൂസ് 18 ലഭിച്ചു. ധാരണാപത്രം ഒപ്പുവെച്ച ദിവസം വൈകിട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ട് സിഇഒയ്ക്ക് നൽകിയ കത്താണിത്. സർക്കാരിന്റെ ഭൂമിയിൽ റെഡ് ക്രസന്റ് നേരിട്ട് ഭവന സമുച്ചയം നിർമ്മിക്കുമെന്നാണ് ധാരണ. റെഡ് ക്രസന്റുമായുള്ള ധാരണാപത്രം നടപ്പിലാക്കണമെന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറി കത്തിൽ പറയുന്നുണ്ട്. അതിനിടെ ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമം തുടങ്ങി. ഇതുമായി ബന്ധപ്പെട്ട ED ലൈഫ് മിഷന് കത്തയച്ചു. അതേസമയം മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ കൊച്ചി ED ഓഫീസിൽ ഹാജരായി. മാധ്യമപ്രവർത്തകരോട് കൈവീശി ആത്മവിശ്വാസത്തോടെയാണ് രവീന്ദ്രൻ ED ഓഫീസിലേക്ക് കയറിപ്പോയത്. നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന ആദ്യ ദിവസം ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും രവീന്ദ്രൻ ഹാജരായിരുന്നില്ല. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ മറ്റൊരു ദിവസം ഹാജരാകാമെന്ന് അറിയിക്കുകയായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെയും ചാറ്റ് സന്ദേശങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ചോദ്യം ചെയ്യുന്നത്. റെഡ് ക്രസന്റ് നൽകിയ 19 കോടി രൂപയിൽ 4.50 കോടിയാണ് കമ്മീഷൻ അടിസ്ഥാനത്തിൽ കോഴയായി ഉദ്യോഗസ്ഥർക്കും മറ്റുള്ളവർക്കുമായി നൽകിയിരിക്കുന്നത്. M ശിവശങ്കറിന് പുറമെ അത് ആർക്കെല്ലാം വിതരണം ചെയ്യപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ രവീന്ദ്രന് അറിയാനാകുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി. രാവിലെ 9:30 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലെത്തിയ CM രവീന്ദ്രൻ 8 മണിയോടുകൂടിയാണ് ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തേക്കെത്തിയത്. പുറത്തേക്കെത്തിയ CM രവീന്ദ്രനോട് മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞെങ്കിലും നന്ദി എന്നുള്ള പ്രതികരണം മാത്രമായിരുന്നു മറുപടി. അന്വേഷണത്തിന് സഹകരിച്ചോ എന്നും മാധ്യമങ്ങൾ ചോദിച്ചു. അപ്പോഴും പ്രതികരിക്കാതെ അദ്ദേഹം വാഹനത്തിൽ കയറി മടങ്ങുകയായിരുന്നു. Okay, thank you. Thank you. That's it. Okay. കൂടത്തായി വിസ്താരത്തിൽ കോടതിയിൽ മാധ്യമങ്ങൾക്ക് വിലക്ക്. മുഖ്യപ്രതി ജോളിയുടെ പരാതിയിലാണ് മാറാട് അതിവേഗ കോടതി വിലക്ക് ഏർപ്പെടുത്തിയത്. വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, ഈ നടപടിയിലേക്ക് നീങ്ങിയ സാഹചര്യം? കൂടത്തായി കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ടുള്ള വിസ്താരം ഇന്ന് കോഴിക്കോട് മാറാട് അതിവേഗ കോടതിയിലാണ് ആരംഭിച്ചത്. ഇവിടെ മാധ്യമങ്ങൾക്ക് ഇന്ന് മുതൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ജോളിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾക്ക് ഇവിടെ കോടതിയിൽ വിലക്ക് ഏർപ്പെടുത്തിയത്. അടച്ചിട്ട കോടതിയിലാണ് വിസ്താരം നടക്കുന്നതെങ്കിൽ പോലും സാധാരണ നിലയിൽ മാധ്യമങ്ങൾക്ക് പ്രവേശനം നൽകാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ജോളി ഇത്തരത്തിലൊരു പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കേസ് നാളെയും ഇന്ന് പ്രധാനമായും രഞ്ജുവിനെ, അതായത് കൊല്ലപ്പെട്ട അന്നമ്മയുടെയും തോമസിന്റെയും മകളായ രഞ്ജു തോമസിനെയാണ് ഇന്ന് വിസ്തരിച്ചത്. നാളെയും രഞ്ജുവിനെയാണ് വിസ്തരിക്കുക. ഈ മാസം 13 വരെ വിസ്താരം തുടരും. ദൃശ്യങ്ങൾ കൊടുക്കുന്നതിൽ വിലക്കുണ്ടോ? ഹലോ അഭിനേഷ്, നിലവിലുള്ള ദൃശ്യങ്ങൾ നൽകുന്നതിൽ എന്തെങ്കിലും മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? സാധാരണ നമ്മൾ കോടതി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമപ്രവർത്തകർ കോടതിയിലേക്ക് പോകാറുണ്ട്. പക്ഷേ ഇത്തവണ കോടതി പരിസരത്തൊന്നും തന്നെ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല. പ്രധാനമായും നമ്മൾ കോടതിയിലെ വിസ്താരം കേൾക്കുന്നതിന് കോടതിക്ക് അകത്ത് മാധ്യമപ്രവർത്തകർ ഇരിക്കാറുണ്ട്. അത് ഇരിക്കുന്നതിനാണ് വിലക്കുള്ളത്. പക്ഷേ ഈ കോടതി പരിസരത്തൂടെ പ്രതികളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പോകുന്നതിന്റെ ദൃശ്യങ്ങൾ എടുക്കുന്നതിനൊന്നും നിലവിലെ സാഹചര്യത്തിൽ യാതൊരു തടസ്സവും പറഞ്ഞിട്ടില്ല. ഓക്കെ, വിനേഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ വിഷയത്തിൽ നേരിട്ടിടപെടാൻ ഹൈക്കോടതി. ജൂൺ 6 മുമ്പ് കൊച്ചിയിലെ മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കണം. കൊച്ചിയിലെ ജനങ്ങൾ ഗ്യാസ് ചേമ്പറിൽ അകപ്പെട്ട അവസ്ഥയിലാണെന്ന് നിരീക്ഷിച്ചു കോടതി. ബ്രഹ്മപുരം തീപിടുത്തം മനുഷ്യനിർമ്മിതമാണോ എന്നും കോടതി ചോദിച്ചു. ജില്ലാ കളക്ടർ നാളെ നിർബന്ധമായും ഹാജരാകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ബ്രഹ്മപുരം തീപിടുത്തത്തിന്റെ തൽസ്ഥിതിയും പരിഹാര നിർദ്ദേശങ്ങളും മലിനീകരണ നിയന്ത്രണ ബോർഡും കൊച്ചി കോർപ്പറേഷനും നാളെ അറിയിക്കണം. കൊച്ചിയിലെ ജനങ്ങൾ ഗ്യാസ് ചേമ്പറിൽ അകപ്പെട്ട അവസ്ഥയിലാണ്. ജൂൺ 6 മുൻപ് കൊച്ചിയിലെ മാലിന്യ സംസ്കരണ സംവിധാനം കാര്യക്ഷമമാക്കണം. കോർപ്പറേഷന്റെ പ്രവർത്തനം ഹൈക്കോടതി നേരിട്ടും
മുനിസിപ്പാലിറ്റികളുടെ പ്രവർത്തനം അർബൻ ഡയറക്ടറും നിരീക്ഷിക്കും. നിരീക്ഷണത്തിനായി 3 അമിക്കസ് ക്യൂറിമാരെയും നിയോഗിക്കും. ബ്രഹ്മപുരത്ത് മലിനീകരണ നിയന്ത്രണ ബോർഡ് സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ബോർഡ് സമർപ്പിച്ച രേഖകൾ യാഥാർത്ഥ്യത്തിൽ നിന്നും ഏറെ അകലെയാണ്. ബ്രഹ്മപുരത്തെ തൽസ്ഥിതിയും പരിഹാര നിർദ്ദേശങ്ങളും മലിനീകരണ നിയന്ത്രണ ബോർഡും കൊച്ചി നഗരസഭയും അറിയിക്കണം. പ്രവർത്തനം തൃപ്തികരമല്ലെങ്കിൽ കൊച്ചിയിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് എഞ്ചിനീയറെ സ്ഥലം മാറ്റുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. അതേസമയം ബ്രഹ്മപുരം തീപിടുത്തത്തിൽ ഏതന്വേഷണവും സ്വാഗതം ചെയ്യുന്നതായി കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണെങ്കിലും അന്വേഷിക്കുമെന്നും മേയർ അറിയിച്ചു. നമ്മുടെ ബ്രഹ്മപുരത്തെ ഈ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തത്തിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയോ അട്ടിമറിയോ ആരെങ്കിലും നടത്തിയാൽ അത് പുറത്തു കൊണ്ടുവരുന്ന കാര്യത്തിൽ പരിപൂർണമായ സഹകരണം നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു അന്വേഷണത്തെയും എതിർക്കാനോ ഒരന്വേഷണത്തെയോ ദുർബലപ്പെടുത്താനോ അങ്ങനെ വേണം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു അഭിപ്രായ പ്രകടനത്തെ തള്ളിക്കളയാനോ ഒരു ഘട്ടത്തിൽ ഞാൻ ശ്രമിച്ചിട്ടില്ല. വിഷയം ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കും. ജില്ലാ കളക്ടർ ഹാജരാകാത്തതിൽ അതൃപ്തി രേഖപ്പെടുത്തിയ കോടതി നാളെ നിർബന്ധമായും ഹാജരാകണമെന്നും നിർദ്ദേശിച്ചു. ന്യൂസ് 18 കൊച്ചി. വർക്കല പാവനാശത്ത് പാരാഗ്ലൈഡിംഗിനിടെയുണ്ടായ അപകടത്തിൽ ഹൈമാസ്റ്റ് ലൈറ്റിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തി. 2 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തിയത്. കുടുങ്ങിയ ഇൻസ്ട്രക്ടറെയും കോയമ്പത്തൂർ സ്വദേശിയായ യുവതിയുമാണ് രക്ഷപ്പെടുത്തിയത്. പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റി. 50 അടി ഉയരമുള്ള ഹൈമാസ്റ്റ് ലൈറ്റിലാണ് ഇവർ കുടുങ്ങിയത്. ഹൈമാസ്റ്റ് ലൈറ്റ് താഴ്ത്തിയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. $239 യാത്രക്കാരുമായി മലേഷ്യൻ എയർലൈൻസിന്റെ വിമാനം അപ്രത്യക്ഷമായിട്ട് 9 വർഷം കഴിയുന്നു. ഓസ്കാർ നോമിനിയും എമ്മി അവാർഡ് ജേതാവുമായ ലോറൻസ് ഫിഷ്ബേൺ കാണാതായ വിമാനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ പുതിയ തെളിവുകൾ പരിശോധിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകൾ. മലേഷ്യ ഫ്ലൈറ്റ് 370 എന്ന ഈ പരിപാടിയുടെ പ്രീമിയർ ഷോ ഹിസ്റ്ററി TV18-ൽ നാളെ രാത്രി 9 മണിക്ക് കാണാം. Malaysian 370, contact Ho Chi Minh 120.99. One of the most chilling aviation mysteries in modern day. 239 people vanish over the Indian Ocean without a trace. With not enough oxygen feeding the brain, people can't do the simplest things, let alone something as complicated as piloting a commercial aircraft. Now we'll uncover the top theories surrounding the world's most infamous missing aircraft. The officials and most of the media convinced themselves that the satellite data could only mean one thing, that the plane went south. But they were wrong. There's 227 passengers on board. Any of them could be responsible. Can new clues bring us closer to answers? If the plane isn't flying itself, was it something more sinister? Because planes don't just disappear. Around the world, scientists, journalists, non-profits, even major corporations continue to hunt for answers about what really happened to Malaysia Flight 370. വാർത്തകൾ വിശദമായി തുടരുന്നു. പൊങ്കാല പുണ്യത്തിൽ ഭക്തർ. ഷൺമുഖ സോദരിയായി മരുവുന്നിൻ ആറ്റുകാലിലെ അമ്മ, ആമയമൊക്കെയകറ്റിടുമെന്നും കണ്ണകിയാമെന്നമ്മ, ഉലകിനുടയവളമ്മ, ഇടനെഞ്ചു വാഴുന്നൊരമ്മ, ഇഹപരദുരിതമകറ്റുകയാണ് പനിമതിമുഖിയാമമ്മ. ഷൺമുഖ സോദരിയായി വരുവുന്നിൻ ആറ്റുകാലിലെ അമ്മ, ആമയമൊക്കെയകറ്റിടുമെന്നും കണ്ണകിയാമെന്നമ്മ, കണ്ണകിയാമെന്നമ്മ. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് നിർവൃതിയിൽ ഭക്തർ. കോവിഡ് സൃഷ്ടിച്ച 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പൊങ്കാല പൂർണ്ണതോതിൽ ഈ വർഷം നടന്നത്.
രാവിലെ തന്നെ നഗരത്തിലെ കൈവഴികളിലെല്ലാം ലക്ഷക്കണക്കിന് പൊങ്കാലയടുപ്പുകൾ നിരന്നു. പിന്നെ വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കുകളിലേക്ക്. ശർക്കര പായസവും വെള്ളച്ചോറും അടക്കമുള്ള വിഭവങ്ങളുടെ കൂട്ട് തയ്യാറാക്കിയുള്ള കാത്തിരിപ്പാണ് പിന്നീട്. കണ്ണകി ചരിത്രത്തിലെ പാണ്ഡ്യരാജാവിന്റെ വധം പാടി അവസാനിപ്പിച്ചതോടെയാണ് പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമായത്. തന്ത്രി ശ്രീകോവിലിൽ നിന്ന് തെളിയിച്ച ദീപം മേൽശാന്തിക്കും തുടർന്ന് സഹമേൽശാന്തിക്കും കൈമാറി. ആറ്റുകാൽ ക്ഷേത്രത്തിന് മുന്നിലായി ഒരുക്കിയിരുന്ന പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്നതോടെ ഭക്തലക്ഷങ്ങൾ കാത്തിരുന്ന നിമിഷം. രാഷ്ട്രീയ നേതാക്കളും താരങ്ങളും സാധാരണക്കാരും ഒരേ മനസ്സോടെ പൊങ്കാലയർപ്പിച്ച നിമിഷങ്ങൾ. നഗരം അക്ഷരാർത്ഥത്തിൽ യാഗശാലയായി മാറിയ മണിക്കൂറുകൾ. കുംഭച്ചൂടിലും തളരാത്ത നിർവൃതി. പോലീസുകാർ, പഴുതടച്ച ക്രമീകരണങ്ങൾ. ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച പൊങ്കാലക്കലങ്ങൾ നഗരത്തിന്റെ 15 കിലോമീറ്റർ ചുറ്റളവുകളിലേക്ക് നീണ്ടു. നാഗർകോവിലേക്കും എറണാകുളത്തേക്കും സ്പെഷ്യൽ സർവീസ് ഒരുക്കി റെയിൽവേയും 400 അധിക സർവീസ് ഒരുക്കി KSRTCയും ഭക്തരുടെ യാത്ര സുഗമമാക്കി. ജില്ലയ്ക്ക് പുറത്തുനിന്നെത്തിയവർക്കും വീടുകളിൽ സൗകര്യമൊരുക്കി നഗരവാസികൾ മികച്ചാതിഥേയരായി. ഓരോ ഇടങ്ങളിലും പൗരസമിതികളും സന്നദ്ധ സംഘടനകളും അന്നദാനവും അനുബന്ധ സൗകര്യവും ഒരുക്കി. പൊങ്കാലയ്ക്ക് പിന്നാലെ വേഗത്തിൽ നഗരം ശുചിയാക്കാൻ നഗരസഭയുടെ ഇടപെടലും. 2200 ജീവനക്കാരെയാണ് വിന്യസിച്ചത്. ദിവസങ്ങൾക്ക് മുൻപേ നഗരത്തിലെത്തി തമ്പടിച്ച് പൊങ്കാലയർപ്പിച്ചവർക്ക് ഇത് നിർവൃതിയുടെ നിമിഷങ്ങൾ. വീണ്ടും ഒരു കാത്തിരിപ്പ് അടുത്ത പൊങ്കാല നാൾ വരെ. ടീം ന്യൂസ് 18 തിരുവനന്തപുരം. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞുള്ള നഗരത്തിന്റെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരത്തിലെ റോഡുകളെല്ലാം കഴുകി വൃത്തിയാക്കുകയാണ്. പൊങ്കാല കഴിഞ്ഞ് അവശിഷ്ടങ്ങളെല്ലാം നീക്കിയിരുന്നു. വിവരങ്ങളുമായി നന്ദകുമാർ ചേരുന്നു. നന്ദകുമാർ, ഈ രാത്രിയും ശുചീകരണ പ്രവർത്തികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണോ? തീർച്ചയായും എഴുതപ്പോൾ എന്തായാലും പൊങ്കാലയ്ക്ക് ശേഷം പൊങ്കാല അർപ്പിച്ച് നിവേദ്യവും കഴിഞ്ഞ ഭക്തജനങ്ങളൊക്കെ തന്നെ തിരികെ വീട്ടിൽ പോയത് മുതൽ തന്നെ ഈ ശുചീകരണ തൊഴിലാളികളൊക്കെ തന്നെ നഗരത്തിലുണ്ടായിരുന്നു. 3 മണിക്കൂറിനുള്ളിൽ നഗരത്തെ എല്ലാ ഇത്തരത്തിലുള്ള ഈ ജൈവ മാലിന്യങ്ങളൊക്കെ തന്നെ നീക്കുകയും അതിനുശേഷം ചുടുകട്ടകളൊക്കെ തന്നെ ഈ പൊങ്കാല അടുപ്പുകളിലേക്കുള്ള കൊണ്ടുവന്ന ആ ചുടുകട്ടകൾ അതൊക്കെ തന്നെ ശേഖരിച്ച് മാറ്റിവെക്കുന്ന രീതിയിലേക്കും പോയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നഗരത്തിൽ ചുറ്റും
ഇത്തരത്തിൽ ഈ ഒരു കൃത്രിമ മഴ പെയ്യിപ്പിച്ച് ഈ ഒരു ടാങ്കുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് നഗരം മൊത്തം കഴുകി വൃത്തിയാക്കുന്ന ഈ ഒരു ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ തരങ്കിണി എന്ന ഒരു ഈ സിനിമാ ഷൂട്ടിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്ന കൃത്രിമ മഴ പെയ്യിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ തരങ്കിണി. അവരെ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഒരു നഗരം വൃത്തിയാക്കുന്ന ഒരു ചുമതലയിലേക്ക് കോർപ്പറേഷൻ കടന്നിട്ടുള്ളത്. കഴിഞ്ഞ 12 വർഷവുമായി ഇത് തന്നെയാണ് നഗരത്തിലെ ഒരു നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൊങ്കാല അർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ ഒരു കൃത്രിമ മഴ പെയ്യിപ്പിച്ച് നഗരം മൊത്തം വൃത്തിയാക്കുന്ന ഒരു രീതി അത് ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ഇത്തരത്തിൽ മാലിന്യങ്ങളും ഒക്കെ നീക്കിയതിനു ശേഷമാണ് ഈ പൊടി പടലങ്ങൾ ഒക്കെ മാറാനായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം നഗരസഭ ചെയ്യുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ തോതിൽ ആശ്വാസമാണ്. കാരണം ഈ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ പൊടിപടലങ്ങൾ അതോടൊപ്പം തന്നെ മാലിന്യങ്ങൾ ഒക്കെ തന്നെ റോഡിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നുണ്ടായിരുന്നു. ആ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്ത് പൊടിപടലങ്ങളും ഒക്കെ മാറാനുമായി നഗരത്തിൽ ഒരു കൃത്രിമ മഴ പെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടാവുന്നത്. ഏകദേശം 4 വണ്ടികളും തരങ്കണിയുടെ 4 വണ്ടികളും അതോടെ തന്നെ ഏകദേശം 16 ടാങ്കുകളും ഇതിനായി ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നഗരത്തിലെ 11 റൂട്ടുകളിലേക്ക് ഇപ്പോൾ ഈ ഒരു വണ്ടികൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി മുഴുവനായി ഇത്തരത്തിലുള്ള ഒരു ശുചീകരണ പ്രവർത്തനമാണ് ഇപ്പോൾ ഏകോപിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തലസ്ഥാന നഗരിയിൽ ഇപ്പോൾ ഈ നേരത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ഉപയോഗിച്ച ചുടുകല്ലുകൾ ഇപ്പോൾ ശേഖരിച്ച് ഫുട്പാത്തുകളിൽ മാറ്റിവച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ഇന്ന് രാത്രിയോടുകൂടി മാറ്റുമെന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 16 ടൺ മാലിന്യമാണ് ഇപ്പോൾ ശേഖരിച്ചിട്ടുള്ളത്. ഇത് ഇത്തരത്തിൽ പല ദൃശ്യങ്ങൾ അത് വളരെ രസകരമായിരുന്നു. കൃത്രിമമായി ഒരു ടാങ്കർ ഉപയോഗിച്ച് മഴ പെയ്യ്ക്കുന്നു. തിരുവനന്തപുരം നഗരത്തിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. വിശദമായി പാലക്കാട് മാട്ടുമന്തം മുക്കേപ്പുഴയിൽ 2 യുവാക്കൾ മുങ്ങി മരിച്ചു. മുരുകണി സ്വദേശികളായ വിഷ്ണു, അജയ് കൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. ഇരുവരും കൊച്ചിയിലെ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരാണ്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 1.5 മുതൽ 2.3 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കാണ് സാധ്യത. നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. തൃശൂർ ചേർപ്പിലെ തിരുവാണിക്കാവിൽ സദാചാര ഗുണ്ടാക്രമണത്തിനിരയായ ബസ് ഡ്രൈവർ മരിച്ചു. ചിറക്കൽ കോട്ടം മമ്മസയിലെത്ത സഹറാണ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. തൃശൂർ തൃപ്രയാർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറാണ് സഹർ. ഫെബ്രുവരി 18-ാം തീയതിയാണ് സഹറിന് നേരെ സദാചാര ഗുണ്ടാക്രമണമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ സഹർ ദിവസങ്ങളായി തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സമീപത്തെ ക്ഷേത്രത്തിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ മർദ്ദന ദൃശ്യങ്ങൾ പോലീസ് തെളിവായി ശേഖരിച്ചിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 6 പേർക്കെതിരെ കേസെടുത്തു. ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിലുണ്ടായ സ്ഫോടനത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. 16 പേർ കൊല്ലപ്പെട്ടു, 100-ലധികം പേർക്ക് പരിക്കേറ്റു എന്നാണ് പ്രാഥമിക വിവരം. ധാക്കയിലെ തിരക്കേറിയ മാർക്കറ്റിലാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു. മിഥുൻ, ഒരു അട്ടിമറി സാധ്യതയാണോ? എന്താണ്, ആരെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടോ? മരണസംഖ്യ ഉയരുകയാണല്ലോ. എൽദോ, സ്ഫോടനത്തിന്റെ കാരണം ഇതുവരെയും വ്യക്തമാവുകയും ചെയ്തിട്ടില്ല. ഈ സമീപത്തുണ്ടായിരുന്ന ബിൽഡിംഗുകളിൽ ചില രാസവസ്തുക്കൾ സൂക്ഷിച്ചിരുന്നു. അതാണ് ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടാകാൻ കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 16 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ 16 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുകയാണ്. നിലവിൽ ഫയർഫോഴ്സും ഒപ്പം തന്നെ പോലീസും വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം അവിടെ കാഴ്ചവെക്കുകയും
വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ അവർ വ്യക്തമാക്കുന്നത് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. അതായത് കൂടുതൽ പേർ ഈ സ്ഫോടനത്തിലുണ്ടായ ഈ ബിൽഡിങ്ങുകൾ ഭാഗികമായി പൊളിഞ്ഞു വീഴുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ സമീപ പ്രദേശങ്ങൾ, അതായത് ഈ ഒരു മേഖല മാർക്കറ്റ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ നിരവധി ചെറുകിട കച്ചവട കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അവിടേക്കൊക്കെ തന്നെ ഈ അവശിഷ്ടങ്ങൾ തെറിച്ചു വീഴുകയും നിരവധി പേർ ഇതിനായി കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതിനുള്ള വിവരങ്ങളാണ് അവിടെ നിന്ന് ലഭ്യമാവുകയും ചെയ്യുന്നത്. കൂടാതെ തന്നെ ഈ സമീപത്തുണ്ടായിരുന്ന നിർത്തിയിട്ടിരുന്ന ഒരു ബസ്സിലേക്കും ഈ ഒരു സ്ഫോടനത്തിന്റെ വ്യാപ്തി വ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ആ ബസ്സിലുണ്ടായിരുന്ന നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ സമീപത്തുണ്ടായിരുന്ന നിരവധി വാഹനങ്ങളും ഈ സ്ഫോടനത്തിൽ കത്തി നശിക്കുകയും ചെയ്തു. എന്തായാലും 100-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പേരുടെ നില ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ ബിൽഡിങ്ങുകളിൽ നിരവധി പേരുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ബിൽഡിങ്ങിൽ ഏകദേശം 70ഓളം പേർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ 16 പേർ മരിച്ചിരിക്കുന്നു എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വരികയും ചെയ്തു. എന്തായാലും കൂടുതൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം അവിടെ ഊർജിതമായി പുരോഗമിക്കുകയാണ്. എൽദോ, മിഥുൻ, ഈ തുടർച്ചയായിട്ടുള്ള സ്ഫോടനങ്ങൾ കഴിഞ്ഞ ആഴ്ചയും ബംഗ്ലാദേശിൽ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇതിനെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? പോലീസ് എന്താണ് വ്യക്തമാക്കുന്നത്? എൽദോ, കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ഉണ്ടാകുന്ന രണ്ടാമത്തെ സ്ഫോടനമാണ്. അതും ധാക്കയിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ സ്ഫോടനം കൂടിയാണിത്. കഴിഞ്ഞ 2 ദിവസം മുൻപ് ധാക്കയിലെ ഒരു ഓക്സിജൻ പ്ലാന്റിൽ സമാനമായ രീതിയിലുള്ള ഒരു സ്ഫോടനം ഉണ്ടാകുകയും അവിടെ 6 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒപ്പം തന്നെ നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു സ്ഫോടനത്തിന്റെ കാരണവും ഇതുവരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതടക്കമുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്തതിനിടയിൽ കൂടിയാണ് 2 ദിവസത്തിന് പിന്നാലെ മറ്റൊരു സ്ഫോടനം ധാക്കയിലെ മാർക്കറ്റിൽ കേന്ദ്രീകരിച്ച്, അതായത് ഗുലിസ്ഥാനിലെ മേഖലയിൽ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇതുണ്ടായിരിക്കുന്നത്. ധാക്കയിലെ നേരത്തെ ഉണ്ടായിരുന്ന പ്ലാന്റിന് ഏകദേശം 35ഓളം കിലോമീറ്ററിന് ഇപ്പുറത്താണ് മറ്റൊരു സ്ഫോടനം ഉണ്ടായതായി ഇന്ന് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നത്. വൈകിട്ട് 4 മണിയോട് കൂടിയാണ് ഈ ഒരു ഉഗ്രസ്ഫോടനം ഉണ്ടാവുകയും ചെയ്ത് അവിടെ ഈ ബിൽഡിങ്ങുകളിൽ സൂക്ഷിച്ചിരുന്ന രാസവസ്തുക്കളാണ് ഈ സ്ഫോടനത്തിന് ഇരയാക്കിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ ബിൽഡിംഗിൽ നേരത്തെയും ചില രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ, അതായത് ദേശീയ മാധ്യമങ്ങൾ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല. എന്തായാലും ആദ്യ സ്ഫോടനം ഉണ്ടായതിന്റെ അന്വേഷണം പൂർത്തിയാക്കുന്നതിന് മുന്നിൽ തന്നെയാണ് വീണ്ടും രണ്ടാമതായി ഒരു സ്ഫോടനം 35 കിലോമീറ്റർ ഇപ്പുറമായി ധാക്കയിലെ ഗുലിസ്ഥാൻ മേഖലയിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അതിൽ നിലവിലെ കണക്കുകൾ അനുസരിച്ച് 16 പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ മരണസംഖ്യ ഉയരാനുള്ള സാഹചര്യമാണ് മുന്നിൽ കാണുകയും ചെയ്യുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ ഇവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. മരണസംഖ്യ ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്ത് അതിനുവേണ്ടിയുള്ള നടപടികൾ പോലീസിന്റെ ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 100-ലധികം പേർ സമീപത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിരവധി പേർക്ക് ഗുരുതരാവസ്ഥയിലാണ് തുടരുന്നതെന്നുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്നും ലഭ്യമാവുകയും ചെയ്യുന്നത്. ഇതിൽ ഡെഡ്ലി ബ്ലാസ്റ്റ് എന്നാണ് പിന്നെ മാധ്യമങ്ങളെല്ലാം വിശേഷിപ്പിക്കുന്നത്, ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഈ സ്ഫോടനത്തെ. ഒരുപക്ഷെ ആ ബഹുനില കെട്ടിടം തകർന്ന് കിടക്കുന്നു, അതിലെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതിൽ ഇനിയും ആ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനുള്ള സാധ്യതയും സാഹചര്യമല്ലേ ഉള്ളത്? തീർച്ചയായും എഴുതും. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു 5 നില കെട്ടിടമാണ് തകർന്ന്, അതായത് കെട്ടിടത്തിലാണ് സ്ഫോടനം ഉണ്ടാകുന്നത്. അതിൽ ഭാഗികമായി ഈ കെട്ടിടം പൂർണ്ണമായും തകർന്നില്ല എങ്കിൽ പോലും തന്നെ ഭാഗികമായി ഈ കെട്ടിടം തകരുകയും ചെയ്തു. ഇതിൽ ആ സമയത്ത് 70-ലധികം പേരുണ്ടായിരുന്നു എന്നാണ് അനൌദ്യോഗിക കണക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം ഈ PTA അടക്കമുള്ള മാധ്യമങ്ങൾക്ക് നൽകിയ റിപ്പോർട്ടിലൂടെ നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നത്. അതിൽ പറയുന്നത് ഈ 70 പേരിൽ 16 പേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭ്യമായിട്ടുണ്ട് അല്ലെങ്കിൽ ലഭിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ കണ്ടെത്തുന്നതിനും ഒപ്പം തന്നെ അവരെ ഈ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത്. സമീപ പ്രദേശങ്ങളിലേക്കും ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ തെറിച്ചു വീഴുകയും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിൽ 2 പേരുടെ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തു. അങ്ങനെ മൊത്തം 16 പേർക്ക് ജീവഹാനി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മറ്റുള്ളവരെ, അതായത് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനിടെ കുടുങ്ങിക്കിടക്കുന്നതിൽ പലരെയും രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏകദേശം 100-ലധികം പേർ, സമീപ പ്രദേശങ്ങളിലുള്ള 100-ലധികം പേരെയും ഒപ്പം തന്നെ ആ ബസ്സിലുണ്ടായിരുന്ന ആളുകളെയും ഉൾപ്പെടെയാണ് ഈ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത് നിലവിൽ. ഓക്കെ, MG മിഥുനാണ് വിശദാംശങ്ങൾ നൽകിയത്. ധാക്കയിലെ സ്ഫോടനം, അതിൽ മരണസംഖ്യ ഉയരുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു. ഡെഡ്ലി ബ്ലാസ്റ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കൂടുതൽ മേഘാലയ മുഖ്യമന്ത്രിയായി കോൺറാഡ് സാങ്മയും നാഗാലാൻഡ് മുഖ്യമന്ത്രിയായി നെഫ്യൂ റിയോയും സത്യപ്രതിജ്ഞ ചെയ്തു. ഇരു ചടങ്ങുകളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. തുടർച്ചയായ 2ാം തവണയാണ് സാങ്മ മുഖ്യമന്ത്രിയാകുന്നത്. ഷിലോങ്ങിൽ രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ 2 ഉപമുഖ്യമന്ത്രിമാരും 9 മന്ത്രിമാരും സാങ്മയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു.
that I will not directly or indirectly communicate or reveal any person or persons. നാഗാലാൻഡിൽ തുടർച്ചയായ 5ാം തവണയാണ് റിയോ മുഖ്യമന്ത്രി കസേരയിൽ എത്തുന്നത്. ഗവർണർ ലാ ഗണേശൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. I, Sri Nipu Rio, solemnly affirm that I will bear true faith and allegiance to the Constitution of India. നാഗാലാൻഡിൽ 60-ൽ 37 സീറ്റും നേടിയ NDPP BJP സഖ്യത്തിന് മറ്റു പാർട്ടികൾ പിന്തുണ അറിയിച്ചതോടെ സംസ്ഥാനത്ത് പ്രതിപക്ഷം ഇല്ലാതായി. UK-യിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ BJP ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുക എന്നത് ഇന്ത്യക്ക് പുറത്തു താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെയും ഉത്തരവാദിത്തമാണ് എന്നതായിരുന്നു രാഹുലിന്റെ പരാമർശം. ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിദേശ രാജ്യങ്ങളുടെ ഇടപെടലിനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതെന്ന് BJP വക്താവ് രവിശങ്കർ പ്രസാദ് ആരോപിച്ചു. മറ്റു രാജ്യങ്ങളിൽ പോയ ശേഷം ഇന്ത്യൻ വ്യവസ്ഥിതിയെ തള്ളിപ്പറയുന്നത് സ്വന്തം രാഷ്ട്രീയം ഇവിടെ വിലപ്പോകില്ല എന്നതുകൊണ്ടാണെന്ന് BJP നേതാവ് അജിത് മാളവ്യയും പറഞ്ഞു. രാഹുലിനെ ഇന്ത്യയിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ്. അതിൽ രോഷം കൊണ്ടിട്ട് കാര്യമില്ലെന്നും രാഹുലിന്റെ പ്രാപ്തിയിൽ ജനങ്ങൾ അവിശ്വാസം രേഖപ്പെടുത്തിയത് മനസ്സിലാക്കണമെന്നും മാളവ്യ പരിഹസിച്ചു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ മലയാളി വ്യവസായി അരുൺ രാമചന്ദ്രൻ പിള്ളയെ EDയുടെ കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹി റോസ് അവന്യൂ കോടതി ഈ മാസം 13 വരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. കേസിലെ 14ാം പ്രതിയാണ് അരുൺ രാമചന്ദ്രൻ പിള്ള. തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകളും BRS നേതാവുമായ കവിതയുമായി അരുണിന് അടുത്ത ബന്ധമുണ്ടെന്ന് ED പറയുന്നു. ഡൽഹി സർക്കാരിന്റെ മദ്യനയം രൂപപ്പെടുത്തിയ ബിസിനസ് ഗ്രൂപ്പിൽ അരുൺ ഉൾപ്പെട്ടിരുന്നു. ഡൽഹിയിലെ 9 മദ്യവിതരണ സോണുകൾ ലേലത്തിൽ ലഭിച്ചതിലൂടെ കോടികളുടെ വരുമാനം ലഭിച്ചുവെന്നും ED പറയുന്നു. ഈ തുകയിൽ ഒരു ഭാഗം നേരത്തെ അറസ്റ്റിലായ മലയാളി വിജയ് നായർ വഴി ആം ആദ്മി പാർട്ടി നേതാക്കളിലേക്ക് എത്തിച്ചുവെന്നും EDയും CBIയും കണ്ടെത്തിയിരുന്നു. ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയാണ് കേസിലെ 1ാമത്തെ പ്രതി. ധാക്കയിലേക്ക് വീണ്ടും പോവുകയാണ്. ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ സ്ഫോടനമുണ്ടായി. അവിടുത്തെ മരണസംഖ്യ അത് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. 16 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ. 100-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളുണ്ട്. ധാക്കയിലെ ഒരു തിരക്കേറിയ മാർക്കറ്റിലായിരുന്നു സ്ഫോടനം. വിശദാംശങ്ങളുമായി MG മിഥുൻ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മിഥുൻ, ദൃശ്യങ്ങളിൽ കാണാൻ നിരവധി പേരെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ. വലിയൊരു സ്ഫോടനം, ഒരു ബഹുനില കെട്ടിടമായിരുന്നു തകർന്നു വീണത്. ഇനിയും ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തേക്ക് വരുമോ എന്നുള്ള ആശങ്കയാണ്. എന്തോ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ തന്നെയാണ് ധാക്കയിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് അവിടെ നിന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഈ കെട്ടിടം ഭാഗികമായി തകർന്നിട്ടുണ്ട്. ആ കെട്ടിടാവശിഷ്ടങ്ങൾ സമീപ പ്രദേശങ്ങളിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ബസ്സിനടക്കം ബസ്സിലേക്ക് വീഴുകയും ആ ബസ് പൂർണ്ണമായും കത്തിനശിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ നിരവധി പേരുണ്ടായിരുന്നു. അവർക്കും പലർക്കും വലിയ രീതിയിൽ ഗുരുതരമായ പരിക്കുകളേക്കുകയും ചെയ്തു. കൂടാതെ ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നവരെ ഇതിനോടകം തന്നെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആ കെട്ടിടത്തിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന 16ഓളം പേരുടെ മരണം ഇതിനോടകം തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന സൂചനകൾ തന്നെയാണ് ഉദ്യോഗസ്ഥർ നമുക്ക് മുന്നിലേക്ക് തരികയും ചെയ്യുന്നത്. എന്തായാലും അവിടെ രക്ഷാപ്രവർത്തനം അതീവ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നു. കൂടുതൽ പേരെ സമീപത്തുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്, ധാക്കയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് തീവ്ര പരിചരണ വിഭാഗത്തിൽ നിരവധി ആളുകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർക്ക് ഗുരുതരാവസ്ഥയിലുള്ള നിരവധി ആളുകളുണ്ട്. അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഡോക്ടർ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യുന്നു. എന്തായാലും ഇപ്പോഴും ഏകദേശം 4 മണിക്കുണ്ടായ ഈ ഒരു സ്ഫോടനം 4 മണിക്കൂറിലധികം പിന്നിടുകയും ചെയ്തിരിക്കുന്നു. 4 മണിക്കൂറിലധികമായിട്ടും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ് അവിടെ ഉള്ളത്. എന്തായാലും ഉദ്യോഗസ്ഥരടക്കം പറയുന്നതനുസരിച്ച് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് തന്നെയാണ്. അതാണ് വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. അതായത് വൈകിട്ട് 4 മണിയോടുകൂടി ധാക്കയിലെ ഗുൽസ്ഥാൻ മേഖലയിലാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടാകുന്നത്. ആ സമീപത്തുണ്ടായിരുന്ന 5 നില കെട്ടിടത്തിലാണ് സ്ഫോടനം ഉണ്ടാകുന്നത്. അവിടെ ഈ ഓഫീസ് ആവശ്യങ്ങൾക്കുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരുന്ന രാസവസ്തുക്കൾ സ്ഫോടനത്തിന് കാരണമായേക്കാം എന്നാണ് സമീപ പ്രദേശത്തിലുള്ള ആളുകൾ നമുക്ക് ഈ ഓരോ മാധ്യമങ്ങളോട് പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അവിടെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഉണ്ടാകുന്ന 2ാമത്തെ സ്ഫോടനം കൂടിയാണിത്. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ധാക്കയിൽ 35 ഇപ്പോൾ സ്ഫോടനം ഉണ്ടായിരുന്നതിന് 35 കിലോമീറ്റർ അകലെ
ഓക്സിജൻ പ്ലാന്റിന് നേരത്തെ സ്ഫോടനം ഉണ്ടാവുകയും അവിടെ 6 പേർക്ക് ജീവൻ നഷ്ടമാവുകയും ഒപ്പം തന്നെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് 2 ദിവസത്തിന് പിന്നാലെ വീണ്ടും ധാക്കയിലെ ഈ ഒരു ഗുലിസ്ഥാൻ മേഖലയിൽ ഇപ്പോൾ സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. മറ്റ് സ്ഫോടനമുണ്ടായതിന്റെ അന്വേഷണം ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുകയാണ്. അന്വേഷണം എങ്ങും എത്താത്ത ഒരു പശ്ചാത്തലം കൂടിയാണുള്ളത്. അവിടെ എങ്ങനെയാണ് സ്ഫോടനം ഉണ്ടായത്, അക്കാര്യങ്ങൾ ഇതുവരെയും കണ്ടെത്താൻ പോലീസിന് സാധിക്കുകയും ചെയ്തില്ല. നിലവിലെ സാഹചര്യം അനുസരിച്ച് ഈ സ്ഫോടനം എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് പോലീസ് കൃത്യമായ ഒരു വിവരങ്ങൾ നൽകുകയും ചെയ്തില്ല. എന്തായാലും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് തന്നെയാണ് അവിടുന്ന് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കുന്നത്. എൽദോ, Within 16 bodies have been found so far, but the toll could rise as the rescue operation is underway. ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് PTIയുടെ റിപ്പോർട്ടിംഗ് ആണ്. ഒപ്പം സീനിയർ ന്യൂസ് 18നും കൃത്യമായി ഇതിൽ റിപ്പോർട്ട് രേഖപ്പെടുത്തുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയം അതൊരു അനധികൃതമായി രാസവസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന ഒരു ഇടമാണെന്നുള്ള റിപ്പോർട്ടുണ്ട്. അതേസമയം ഏറ്റവും താഴത്തെ നില അത് ഒരു ബാങ്ക് ആയിരുന്നു. മുകളിൽ സാനിറ്ററി വെയർസിന്റെ പല ഷോപ്പുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പല റിപ്പോർട്ടുകൾ വരുന്നു. ഇതിൽ എന്താണ് മിഥുൻ ലഭിക്കുന്ന വിവരങ്ങൾ? എന്തൊരു ബിൽഡിംഗ് ആയിരുന്നു അത്? ഒരു മാർക്കറ്റിൽ കൃത്യമായിട്ട് ഒരു വ്യാപാര സമുച്ചയം തന്നെയായിരുന്നു അത്? എൽദോ, നമുക്ക് അവിടുന്ന് ദേശീയ മാധ്യമങ്ങൾ പങ്കുവെക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അതായത് അതൊരു മാർക്കറ്റ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നിരവധി കച്ചവട വ്യാപാര കേന്ദ്രങ്ങളൊക്കെ സമീപ പ്രദേശത്തുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ 5 നില കെട്ടിടത്തിൽ എൽദോ സൂചിപ്പിച്ച പോലെ തന്നെ താഴത്തെ നിലയിൽ ഒരു ബാങ്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മറ്റു നിലകളിൽ ഈ വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം കൂടിയായി ഏകദേശം 70-ലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം ഉദ്യോഗസ്ഥർ നമുക്ക് മുന്നിലേക്ക് റിപ്പോർട്ടുകൾ തരികയും ചെയ്യുന്ന ആ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥർ ഇപ്പോൾ അന്വേഷിക്കുന്നത്. അഗ്നിശമന സേന ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ദുർകർമ്മ സേന ഉൾപ്പെടെയുള്ളവർ അവിടെ സമീപത്ത് ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആദ്യം ഈ സ്ഫോടനം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ദുർകർമ്മ സേനയും ഒപ്പം തന്നെ ഫയർഫോഴ്സും എത്തി തീ അണയ്ക്കാനും ഒപ്പം തന്നെ ദ്രുതഗതിയിൽ തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അതോട് കൂടിയാണ് ഏകദേശം 100-ലധികം പേരെ ഉടനടി തന്നെ സമീപത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയും ചെയ്തു. മെഡിക്കൽ കോളേജിൽ നിലവിൽ നിലവിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ എണ്ണം ഇപ്പോൾ കൂടുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ആരോഗ്യനിലയിൽ കൂടുതൽ പേരുടെ ആരോഗ്യനില വഷളാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഏതായാലും നിലവിൽ ഈ സമീപത്തു നിന്നാണ്, അതായത് ഈ ബിൽഡിംഗ് തകർന്നു വീണിട്ടുള്ള, പൂർണ്ണമായും തകർന്നു വീണില്ല എങ്കിൽ പോലും തന്നെ ഭാഗികമായി തകർന്നു വീണ ആ മേഖലയിൽ നിന്ന് കുടുങ്ങിക്കിടന്നവരുടെ ഈ കെട്ടിട അവശിഷ്ടങ്ങളിൽ നിന്നാണ് 16 പേരുടെ മൃതദേഹം ലഭ്യമാവുകയും ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമീപത്തുണ്ടായിരുന്ന ഈ സ്ഫോടനം ഉണ്ടായപ്പോൾ സമീപത്ത് ഒരു ബസ് നിർത്തിയിടുകയും ചെയ്തിരുന്നു. ആ ബസ്സിലേക്ക് ഈ അവശിഷ്ടങ്ങൾ തെറിച്ചു വീഴുകയും ചെയ്തിരുന്നു. അത് ആ ബസ്സിലുണ്ടായിരുന്ന നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിൽ നിരവധി പേരുടെ ആരോഗ്യനില വഷളാകുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് ലഭ്യമാകുകയും ചെയ്യുന്നത്. എന്തായാലും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നുള്ള സൂചനകൾ തന്നെയാണ് അവിടെ നിന്ന് നമുക്ക് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാവുകയും ചെയ്യുന്നത്. എൽദോ, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ധാക്കയിൽ നിന്നും വന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരു മാർക്കറ്റിലുണ്ടായ സ്ഫോടനം, ബഹുനില കെട്ടിടം തകർന്നു വീണ് ഇതിനോടകം 16 ശവശരീരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. 100-ലേറെ പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു MG മിഥുൻ ന്യൂസ് ഡെസ്കിൽ നിന്ന്. വാർത്തകൾ വിശദമായി ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.